الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. വളരെ സവിശേഷതയുള്ള ഒരു വലിയ ഇബാദത്ത് അത് നിർവഹിച്ച ശേഷം നമ്മിൽ പലരും തുടർന്നുള്ള 6 നോമ്പുകളും അനുഷ്ഠിച്ച് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരായി കഴിഞ്ഞുകൂടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ ആരാധനാ കർമ്മങ്ങളും സദഖകളും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതിലുള്ള പോരായ്മകളും വീഴ്ചകളും അള്ളാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ഇതേ സന്ദർഭത്തിൽ ലോകത്ത് മുസ്ലിം ഉമ്മത്ത് വലിയ ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിംകളുടെ ജീവിതവും അവരുടെ നിലനിൽപ്പും വലിയ ഒരളവോളം ഗൾഫ് രാജ്യങ്ങളെ അവലംബിച്ചുകൊണ്ടാണ്. ഇവിടെ തന്നെ ഈ കോഴിക്കോട് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളൊക്കെ പരിശോധിച്ചാൽ മിക്കവാറും ആ വീടുകളിൽ നിന്നൊക്കെ നമ്മുടെ സഹോദരന്മാർ അവിടെ ജോലി ചെയ്ത് അവിടെയുള്ള സമ്പാദ്യങ്ങൾ കൊണ്ട് കുടുംബത്തെ പുലർത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ ചെലവഴിക്കുകയും അങ്ങനെ വർഷങ്ങളായി കഴിയുന്ന ഒരു ചിത്രമാണ്. ഏതൊരു സംരംഭമുണ്ടെങ്കിലും നാട്ടിൽ നിന്നുള്ള സഹകരണങ്ങൾക്ക് പുറമെ നാം എപ്പോഴും അവലംബിക്കുന്നത് നമ്മുടെ ഗൾഫ് സഹോദരന്മാരെയാണ്. എന്നാൽ ദിനംപ്രതി അവിടെ സുഖകരമല്ലാത്ത വാർത്തകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാശനഷ്ടങ്ങൾ, വലിയ വലിയ സമ്പാദ്യ മാർഗങ്ങളിൽ വലിയ നാശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആളപായങ്ങൾ കുറവാണെങ്കിലും
അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും വലിയൊരളവോളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിൽ വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത എന്താണ്? അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസമർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് ഈ മുസീബത്തുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടുതൽ അള്ളാഹുവിനോട് അടുക്കുകയും ചെയ്യുകയാണ് പരിഹാരം. ഭൂമിയിൽ വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സ്ഥൈര്യവും അതുപോലെ തന്നെ പൂർണ്ണമായ ആസ്തിക്യവും നൽകും എന്ന് അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൻ്റെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുദില്ലുല്ലാഹു ളാലിമീന വയഫഅലുല്ലാഹു മാ യശാ. തീർച്ചയായും ഈ ദുനിയാവിലും ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിൽ ഖൗലി സാബിതി, ഏറ്റവും ഉറച്ച അചഞ്ചലമായ ആ വിശ്വാസവും ആ വിശ്വാസ പ്രമാണവും കൊണ്ട് ഈ ഐഹിക ജീവിതത്തിലും നാളെ പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു നിർത്തും. മാത്രമല്ല, മരണം ആസന്നമാകുന്ന സന്ദർഭത്തിൽ കലിമത്തു തൗഹീദ് ഉച്ചരിക്കുവാനുള്ള കഴിവ് കൊടുക്കും എന്നും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് കൊടുക്കും. പരലോകത്തെത്തിയാൽ വിചാരണയുടെ സന്ദർഭത്തിൽ ഒരു വെപ്രാളവും അവനുണ്ടാവുകയില്ല. നേരെ മറിച്ച് തൻ്റെ സൽക്കർമ്മങ്ങൾ പൂർണ്ണമായും സബാത്ത് നൽകുന്ന വിധത്തിൽ അവൻ്റെ സൽക്കർമ്മങ്ങൾ അവന് താങ്ങായും തണലായും ഉണ്ടാകും. അപ്പോൾ അവന് ഒരു ആശങ്കയുടെ, ഒരു വെപ്രാളത്തിൻ്റെ ആവശ്യമില്ല. അതാണ് യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഈ ഐഹിക ജീവിതത്തിലും നാളെ പരലോക ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആത്മധൈര്യം കൊടുക്കും, ഉറച്ചു നിൽക്കുവാനുള്ള ഒരു തൗഫീഖ് കൊടുക്കും എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല യുദില്ലുല്ലാഹു ളാലിമീൻ, അക്രമികളായ അനീതി പ്രവർത്തിക്കുന്ന കൊള്ളരുതായ്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദിശ മാറ്റും, അവരെ വഴിതെറ്റിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. മനുഷ്യൻ്റെ ഈ നാഗരികമായി അവർ കെട്ടിയുയർത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും നശിപ്പിക്കുകയും സംഹരിക്കുകയും അതിലൂടെ ആനന്ദം കൊള്ളുകയും ചെയ്യുന്ന ആളുകളെ താൽക്കാലികമായ ഒരു സമയത്തേക്ക് അള്ളാഹു അവരെ വിട്ടേക്കുമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശക്തമായി പിടികൂടും എന്നാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനം. വയഫഅലുല്ലാഹു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഈ സന്ദർഭത്തിൽ പല വിധത്തിലുള്ള വാർത്തകളും നമ്മൾ നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മീഡിയകളിൽ പലതും കെട്ടിച്ചമച്ചുണ്ടാക്കിയ വാർത്തകളായിരിക്കും. ഇതുപോലെയുള്ള വാർത്തകൾ വരുന്ന അവസരത്തിൽ മറ്റൊരു ബാധ്യത, നമ്മുടെ ഒരു ബാധ്യത, കേട്ടതെല്ലാം കേട്ടപാടി അങ്ങനെ പറഞ്ഞു നടക്കുകയോ പ്രചരിപ്പിക്കുകയോ അത് ഫോർവേഡ് ചെയ്യുകയോ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയോ ഒന്നും നമ്മുടെ കടമയല്ല. നമുക്കത് ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞുകൂടാ, അല്ലാഹു ആലം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മളെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, ഒരധർമ്മകാരി ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫതബയ്യനു, അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ സൂക്ഷ്മ പരിശോധന നടത്തണം. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, അത് പ്രചരിപ്പിക്കുന്നതിന് മുമ്പ്. അൻ തുസീബു ഖൗമൻ ബിജഹാല, അങ്ങനെ നിങ്ങൾ കേട്ടപാട് അതിൽ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ അന്വേഷണവും ഒരു ഉറപ്പ് വരുത്തലും ചെയ്യാതെ പെട്ടെന്ന് അതിൽ നിങ്ങൾ ചില വഴികൾ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളറിയാതെ ഏതെങ്കിലും ഒരു സമൂഹത്തെ നിങ്ങൾ ആക്രമിക്കുകയായിരിക്കും അതിൻ്റെ ഫലം.
അപ്പോൾ തുസ്ബിഹു അലാമ ഫഅൽതും നാദിമൻ തുസീബു ഖൗമൻ ബിജഹാല. ഒരു വിഭാഗം ആളുകൾ അവർ നിരപരാധികളാകാം, കുറ്റം ചെയ്യാത്തവരാകാം. പക്ഷേ അവരെ സംബന്ധിച്ച് നിങ്ങൾ കുറ്റകരമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും അത് മുഖേന അവർക്ക് പല നാശനഷ്ടങ്ങളും വരാൻ അത് ഇടവരുത്തുകയും ചെയ്യും. പിന്നീട് നിങ്ങൾ ചെയ്തു പോയതിൻ്റെ പേരിൽ ഖേദിക്കാനും അത് ഇടവരും. ഈ ആയത്തിറങ്ങുവാനുള്ള ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ മുസ്തലഖ് എന്ന് പറയുന്ന ഒരു വലിയ ഗോത്രം യുദ്ധവിജയത്തിന് ശേഷം ആ സമൂഹത്തിൽ പല ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ച് അവിടെ ഇസ്ലാം മതം പ്രചരിച്ചതിന് ശേഷം അവരിൽ നിന്ന് നിർബന്ധമായ സക്കാത്ത് സ്വീകരിക്കുവാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചു. ആ ഉദ്യോഗസ്ഥൻ്റെ പേര് വലീദ് ബിൻ ഉഖബത്ത് ബിൻ ആമിർ എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ആ നാട്ടിലെത്തുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പേടിച്ച് ചില പ്രത്യേക നിഗമനങ്ങളിലെത്തി അദ്ദേഹം തിരിച്ചു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവർ സക്കാത്തൊന്നും തരുന്നില്ല. മാത്രമല്ല അവർ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ്. സക്കാത്ത് തരുന്നില്ലെന്ന് മാത്രമല്ല, അവർ മുസ്ലിംകളോട് ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് വഴിയിൽ നിന്ന് അദ്ദേഹം തിരിച്ചു പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബനൂ മുസ്തലഖ് യുദ്ധത്തിൻ്റെ ഗോത്രത്തിൻ്റെ ഏതാനും പ്രതിനിധികൾ നബിയുടെ അടുക്കൽ വരുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകർ, എന്തു പറ്റി? നിങ്ങളുടെ ദൂതൻ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലല്ലോ, ഞങ്ങളോട് സക്കാത്ത് ചോദിച്ചില്ലല്ലോ. അപ്പം ആദ്യം ഈ വാർത്ത ഈ വലീദ് ബിൻ ഉഖബത്ത് ബിൻ ആമിർ വന്ന് നബിയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കോപിതനായി. കാരണം സമാധാനപരമായി ഒരു രാജ്യത്ത് പ്രവാചകൻ്റെ കൽപ്പന നടപ്പാക്കാൻ വേണ്ടി അയച്ച ഒരു ദൂതനെ അവരെതിർത്തു, തിരിച്ചയച്ചു എന്നൊക്കെയാണല്ലോ പെട്ടെന്ന് ഈ വാർത്ത കേട്ടപ്പോൾ നബി ധരിക്കുക. പക്ഷെ നബി ധൃതിപ്പെട്ട് ഒരു കാര്യം എടുത്തില്ല. കുറച്ചൊരു സാവധാനം നബി കാണിച്ചു. പെട്ടെന്ന് സൈന്യത്തെ പുറപ്പെട്ടോളൂ, വേഗം ചെയ്തോളൂ, അവരുടെ പകരം ചോദിക്കണമെന്നൊന്നും നബി പറഞ്ഞില്ല. ആ ദൂതൻ തിരിച്ചു വന്നത് അവർക്ക് സംശയമാണ്. എന്താണ് ഒരു പ്രവാചകൻ്റെ ദൂതൻ വന്നിട്ട് ഞങ്ങളുടെ അടുക്കൽ വരാതെ ഞങ്ങളോടൊന്നും കാര്യമായൊന്നും സംസാരിക്കാതെ തിരിച്ചു പോയത്? ഈ ബേജാറ് കൊണ്ടാണ് അവർ ഒരു നിവേദക സംഘത്തെ പ്രവാചകൻ്റെ അടുക്കലേക്ക് അയച്ചത്. പക്ഷെ ഫലത്തിൽ എന്താണ്? അവർ പ്രവാചകൻ്റെ ദൂതൻ അയാളെ ബഹുമാനിക്കാനും ആദരിക്കാനും വേണ്ടി വളരെ നല്ല സ്വീകരണം കൊടുക്കാൻ ആവശ്യമായ ഒരു ഒരുക്കം നടത്തിയതാണ്. സാധാരണ ഇതിൽ അറബികളുടെ ആചാരമനുസരിച്ച് അവർ ചില ആയുധങ്ങൾ എടുക്കും, അതുപോലെ തന്നെ ചില പ്രത്യേക വസ്ത്രങ്ങൾ ധരിക്കും, എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങും. ഇത് കണ്ടപ്പോൾ ഇയാൾ യുദ്ധത്തിന് ഒരുങ്ങുന്നതാണ് ഇദ്ദേഹം തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഫലത്തിൽ അങ്ങനെയല്ല. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ പ്രവാചകനോടും ഉള്ള ആദരസൂചകമായി ആ പ്രവാചകൻ്റെ ദൂതനെ വളരെ ഭംഗിയായി സ്വീകരിക്കുവാൻ വേണ്ടി അവർ സന്നദ്ധരായതാണ്. പക്ഷേ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചു. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വചനമിറക്കി, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ. ഫാസിഖ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പേരിട്ട് വിളിച്ചത്, അതായത് അധർമ്മകാരി അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്തൊരു വ്യക്തി ഒരു വാർത്ത നിങ്ങളോടൊന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ ഉടനെ തന്നെ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കരുത്, അത് കാളയാണ്, പ്രസവിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം. ഫതബയ്യനു, നിങ്ങളതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല, നിജസ്ഥിതി അന്വേഷിക്കാതെ നിങ്ങൾ എടുത്തു ചാടിയാൽ വിവരമില്ലാത്ത നിലക്ക് ഒരു സമൂഹത്തെ ആക്രമിക്കലായിരിക്കും അതിൻ്റെ ഫലം. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പിന്നീട് വലിയ ഖേദം വരും. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വലിയ ഗുണപാഠം അന്ന് സമൂഹത്തിന്, അന്നത്തെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഏത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ സൂക്ഷ്മത പാലിക്കണം എന്ന കാര്യം. മാത്രമല്ല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാലഖീലുകളിൽ വിശ്വസിക്കുക. അങ്ങനെ പറഞ്ഞാലോ അവിടെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അവർക്ക് ഒന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി
അബ്ദുല്ലാഹി ബിൻ മസ്ഊദാണ്. അദ്ദേഹം പറയാണ്, ബിഇസ മത്തിയ്യത്തുർ റജുലി സഅമു, ഒരു മനുഷ്യൻ്റെ ഏറ്റവും മോശപ്പെട്ട വാഹനം സഅമു, അങ്ങനെ പറയുന്നുണ്ടോലോ, ഇങ്ങനെ കേൾക്കുന്നുണ്ടോലോ, അങ്ങനെ കേട്ടിട്ടുണ്ടോലോ, അങ്ങനെ നടക്കുന്നുണ്ടോലോ, ഒന്നിനും ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. കേട്ടതിൽ പാതി, കേൾക്കാത്തതിൽ പാതി, അതൊക്കെ ഇങ്ങനെ മറ്റൊരാളോട് പറഞ്ഞു, അവർ 4 ആളോട് പറഞ്ഞു, 4 ആൾ 8 ആളോട് പറഞ്ഞു, പിന്നെ 16 അങ്ങനെ ഒരു സമൂഹത്തിൽ മുഴുവനും തെറ്റായ ധാരണ പ്രചരിപ്പിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സഅമു, അങ്ങനെ കേട്ടു, ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങളുടെ വിഷയത്തെ സമീപിക്കരുത്. അങ്ങനൊന്നും പറയാനേ പാടില്ല. അതുകൊണ്ട് തന്നെ എന്താണോ നാം പറയുന്നത്, എന്താണോ നമ്മൾ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്, അത് വളരെ ശ്രദ്ധിച്ചു വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഒക്കെ നല്ല പാഠങ്ങളുള്ള ഹദീസുകളാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? കഫാ ബിൽ മർഇ കദിബൻ, ഒരു മനുഷ്യൻ കളവ് പറയുന്നവനാണ് എന്നതിന് മതിയായ തെളിവ് അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയും. അങ്ങനെ ഒരുത്തനുണ്ടെങ്കിൽ അവൻ കളവാണ് പറയുന്നതെന്ന് ഒരു അടയാളമായി നിങ്ങൾ സ്വീകരിച്ചു. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറയാം. അങ്ങനെ കേട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരിയായ അവസ്ഥ ഒന്ന് ആലോചിച്ച് പര്യാലോചിച്ച് പറ്റുന്നതാണോ പറ്റാത്തതാണോ പറയണതാണോ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും ആലോചിക്കാതെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ സാധാരണ കളവിൽ ശീലിച്ചവനാണ് എന്നതിന് തെളിവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ കിട്ടുന്ന വാർത്തകളും സംഭവങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അങ്ങനെ നാം അതിന് തീരുമാനമെടുക്കേണ്ടത് എന്നതിനും സൂറത്ത് അൻ-നിസായിലെ 83-ാമത്തെ വചനം മറ്റൊരു തെളിവാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നത്? വഇദാ ജാഅക്കും അംറും മിനൽ അംനി അവിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇല റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. വഇദാ ജാഅക്കും അംറും മിനൽ അംനി അവിൽ ഖൗഫി, ഒന്നുകിൽ നിർഭയത്വത്തിൻ്റെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ. ഖൗഫ് എന്ന് പറഞ്ഞാൽ അവിടെ ഹർബ് എന്നാണ് അർത്ഥം, യുദ്ധം. അപ്പോൾ യുദ്ധസംബന്ധമായോ അല്ലെങ്കിൽ സമാധാന സംബന്ധമായോ എന്തെങ്കിലും ഒരു വിവരം നിങ്ങളുടെ അടുക്കൽ എത്തിയാൽ നിങ്ങൾ ചെയ്യുന്ന പണി എന്താണ്? അവർ ചെയ്യുന്ന പണി എന്താണ്? അദാഉ ബിഹി, ഉടനെ അത് പെരുമ്പറ അടിച്ച് എല്ലാവരോടും പറയും. വലൗ റദ്ദൂഹു ഇല റസൂലി, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ നേതാവ്, എല്ലാ കാര്യങ്ങളിലും നിജസ്ഥിതി സംസാരിക്കേണ്ട, കാര്യങ്ങളിൽ വിധി പറയേണ്ട ആ സമൂഹത്തിലെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആൾ പ്രവാചകൻ, ഔ ഇല ഉലിൽ അംരി മിൻഹും, അവരുടെ കൂട്ടത്തിൽ കൈകാര്യകർത്താക്കളായ, കാര്യബോധമുള്ള, വിവരമുള്ള, ജീവിത പരിജ്ഞാനമുള്ള, വസ്തുതകളെക്കുറിച്ച് വിശകലനം ചെയ്ത് അഭിപ്രായം പറയാൻ കഴിവുള്ള ആ ആളുകളോട് ആദ്യം പോയി പറയാം. അല്ലാതെ വെറും സാധാരണക്കാരോട് അല്ല പറയേണ്ടത്. ഇങ്ങനെ വല്ല കാര്യം കേട്ടാൽ അതിൻ്റെ വസ്തുത എന്താണ് എന്ന് വ്യക്തമായി അന്വേഷിക്കാൻ പറ്റുന്ന ആളുകളോട് നിങ്ങളത് പറയാം. അല്ലതിനെ യസ്തംബിതൂനഹു മിൻഹും, അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ച് അതിൻ്റെ ശരിയായ വശങ്ങളും ദോഷകരമായ വശങ്ങളും എല്ലാം വേർതിരിച്ച് ഗവേഷണം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ആളുകൾ ആണ് ഇസ്തിംബാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങളത് പറയേണ്ടത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും മുസ്ലിം സമുദായമേ നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലത്തബഅതുഹുമുശ് ശൈത്താന ഇല്ലാ ഖലീല, നിങ്ങൾ ഭൂരിപക്ഷം പേരും ശൈത്താൻ്റെ പിന്നാലെ ആയിരിക്കും. ആ പിശാച് നിങ്ങളിൽ ഗുണമല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നും അരാജകത്വവും പേടിയും വെപ്രാളവും ആശങ്കകളും അരാജകത്വങ്ങളും നിറഞ്ഞു നിൽക്കണം. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് അവൻ ആനന്ദം. അല്ലാതെ നിങ്ങൾ നല്ല സ്വസ്ഥമായി സമാധാനപരമായി പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് അവനിഷ്ടമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി കൊണ്ടുവെക്കും. ഒന്നുകിൽ അയൽവാസികൾ തമ്മിലുള്ള തെഹരീഷ്, വെറുതെ അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള തെറ്റിക്കൽ, സ്നേഹിതന്മാർ തമ്മിൽ തെറ്റിക്കൽ, ബാപ്പയും മക്കളും തമ്മിൽ തെറ്റിക്കൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കൽ, ഇതൊക്കെ ഇവൻ്റെ സ്ഥിരം പണികളാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ അനുഗ്രഹം കൊണ്ടുമാണ് പിശാചിൻ്റെ വലയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ ലത്തബഅതുഹുമുശ് ശൈത്താന, നിങ്ങൾ പിശാചിനെ പിൻപറ്റുമില്ല ഖലീല, വളരെ കുറച്ച് പേരൊഴിച്ച് ബാക്കി അധിക പേരും അവൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് അങ്ങനെ പാടില്ല
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിയ ഈ വഹി ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ഉമ്മത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക, കഴിയുന്ന വേണ്ടി ഉമ്മത്തിൻ്റെ ഇടയിൽ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ നന്മയുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അവനാണ് ഏറ്റവും അനുമോദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. എപ്പോഴെങ്കിലും ഒരു ചാൻസ് വന്നാൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കാൻ, അതിന് ചരട് വലിക്കാൻ, അതിന് വാസനയുള്ള ചില ആളുകളുണ്ട് സമൂഹത്തിൽ. അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താ ഹദീസിൽ പറയുന്നത്? ഇന്ന മിനൻ നാസി മഫാത്തിഹ ലിൽ ഖൈർ, ഇന്ന മിനൻ നാസി മഫാത്തിഹ ലിൽ ഖൈരി. നന്മയുടെ താക്കോലുകളാകുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ. നന്മയുടെ പൂട്ട് തുറക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ മഗാലിക ലി ശർരി, എന്തൊക്കെ ഷർറുണ്ടാകാൻ സാധ്യതയുണ്ടോ അതിനൊക്കെ അവർ താഴിടും. അതിനെ അവർ ജനങ്ങളുടെ ഇടയിൽ പ്രചരിക്കാൻ സമ്മതിക്കുകയില്ല. എന്തൊക്കെ ഖൈറുണ്ടോ അത് തുറന്ന് അത് ജനങ്ങൾക്ക് നൽകാനും, ഷർറുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടച്ചുപൂട്ടുന്ന നല്ല മനുഷ്യന്മാർ സമൂഹത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. വഇന്ന മിനൻ നാസി മഫാത്തിഹ ലി ശർരി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഷർറിൻ്റെ താക്കോലുകളുണ്ട്. എവിടെയൊക്കെ ഷർറിന് അവസരമുണ്ടോ അവിടെയൊക്കെ അവരത് ആ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുമോ. മഗാലിക ലിൽ ഖൈരി, അവർ നന്മ തടയുന്നവരാണ്. മന്നാഉലിൽ ഖൈരി എന്ന് പറഞ്ഞില്ലേ, നന്മ തടയുന്ന ആളുകൾ. ഒരു നന്മയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാനോ സമ്മതിക്കുകയില്ല, ഷർറുണ്ടാവാനോ അവരുടെ മുന്നിലുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹ ലിൽ ഖൈരി അലാ യദൈഹി. സ്വന്തം കരങ്ങൾ കൊണ്ട് ജനങ്ങളിൽ നന്മ പ്രചരിപ്പിക്കുവാൻ അള്ളാഹു ആർക്കെങ്കിലും തൗഫീഖ് കൊടുത്താൽ, തൂബാ, അവർക്ക് അനുമോദനം, അവർക്ക് ആശീർവാദം, അവർക്ക് മംഗളം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നന്മയുടെ താക്കോലുകളാകാൻ ആരെങ്കിലും സമൂഹത്തിൽ തയ്യാറായാൽ അവർക്ക് മംഗളം, അവർക്ക് സമാധാനം. എന്നാൽ വൈലുൻ, നാശമുണ്ടാകട്ടെ, ലിമൻ ജഅലല്ലാഹു മഫാത്തിഹ ശർരി അലാ യദൈഹി. സമൂഹത്തിൽ അവൻ്റെ കയ്യാൽ, അവൻ്റെ കരങ്ങളാൽ ഏതെങ്കിലും ഒരു തിന്മക്ക് തുടക്കം കുറിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എൻ്റെ സഹോദരന്മാരെ, വളരെ ശ്രദ്ധ കൊടുക്കണം, നന്നായി ചിന്തിക്കണം, കാര്യങ്ങളെ അതിൻ്റെ വശങ്ങൾ ഖൈറും ഷർറും നോക്കി വിശകലനം ചെയ്യണം, നന്മയുടെ പ്രചാരകരാകണം, തിന്മക്ക് നമ്മൾ കൂട്ടുനിൽക്കരുത്. അങ്ങനെയുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുൽ ഇഖ്വാൻ, ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഏതവസ്ഥകളും മാറും. പരീക്ഷണങ്ങൾ വിശ്വാസികളുടെ മേൽ വരും. കുറച്ചു കാലം ആ പരീക്ഷണങ്ങളിൽ അവർ പ്രാർത്ഥിച്ചും അതുപോലെ തന്നെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തു നീങ്ങും. പിന്നെ ആ പരീക്ഷണം അള്ളാഹു ഉയർത്തും, പകരം അവർക്ക് അള്ളാഹു ക്ഷേമം നൽകും. ഇത് ഈ ലോകത്ത് പല ഉദാഹരണങ്ങളുമുണ്ട്, പല സംഭവങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും ശാശ്വതമായി നിൽക്കുകയില്ല, ഖൈർ വരും എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടാണ് ഇപ്പോൾ എളുപ്പം. അങ്ങനെ വിഷമങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു രാത്രിക്ക് ശേഷം പ്രതീക്ഷയുടെ ഒരു പ്രഭാതം അവിടെ ഉദിക്കാനുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായിട്ടും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. സൂറത്തു തലാഖ്, ആ തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സയജഅലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്ര, തീർച്ചയായിട്ടും പ്രയാസങ്ങൾക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം തരാതിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ബലാഗ് പരീക്ഷണങ്ങൾ നീങ്ങാനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഇസ്തിഗ്ഫാർ വ തൗബ. അള്ളാഹുവിനോട്
നമ്മുടെ പോരാത്തരങ്ങൾ കൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ വന്നുപെടുന്നതിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് പൊറുക്കൽ തേടുകയും അതേപ്രകാരം തന്നെ നിർവ്യാജം അള്ളാഹുവിൻ്റെ മുമ്പിൽ ഖേദിച്ചു മടങ്ങുകയും ചെയ്യണം. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉക്കും മതാഅൻ ഹസന ഇലാ അജലിൻ മുസമ്മ വയൂതി കുല്ലി ദീ ഫദ്ലിൻ ഫദ്ല. സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനിസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. സുമ്മ തൂബൂ ഇലൈഹി, അവനോട് പശ്ചാത്തപിച്ച് മടങ്ങണം. യുമത്തിഉക്കും മതാഅൻ ഹസന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇസ്തിഗ്ഫാറും തൗബയും കാരണം നിങ്ങൾക്ക് ഏറ്റവും നല്ല വിഭവങ്ങൾ പകരമായി നിങ്ങൾക്ക് നൽകും. യുമത്തിഉക്കും മതാഅൻ ഹസന, നല്ല വിഭവങ്ങൾ, നല്ല ജീവിത സൗകര്യങ്ങൾ, നല്ല സമാധാന അന്തരീക്ഷം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇസ്തിഗ്ഫാറും അതുപോലെ തൗബയും കാരണം നിങ്ങൾക്ക് നൽകും. ഇലാ അജലിൻ മുസമ്മ, ഒരു അവധി വരെ, ഒന്നുകിൽ അത് നിങ്ങളുടെ നാശം വരെ, അതല്ലെങ്കിൽ ആ അവസ്ഥ ഏതുവരെ നിലനിൽക്കണം അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടോ അതുവരെ ആ സമാധാനം നിലനിൽക്കും. വയൂതി കുല്ലി ദീ ഫദ്ലിൻ ഫദ്ലഹു, ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ഫദ്ല് എത്ര കൊടുക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കൊടുക്കാതിരിക്കുകയില്ല. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും പ്രധാനമാണ്. അതുപോലെ തന്നെ ധാരാളമായി നന്മകൾ വർദ്ധിപ്പിക്കുക എന്നത് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാഇഉൽ മഅറൂഫി തഖി മസാരിഉ സൂ, നിങ്ങൾക്ക് വന്നുപെടുന്ന വിപത്തുകൾ, മസാരിഉ സൂ, ആ വിപത്തുകൾ, നാശങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് പരിഹരിക്കാൻ സനാഇഉൽ മഅറൂഫ്, നന്മ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്മകൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഫലമായി തിന്മകൾ നീങ്ങിക്കിട്ടും. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ്, അഹ്ലുൽ മഅറൂഫ് ഫി ദുനിയ ഹും അഹ്ലുൽ മഅറൂഫ് ഫിൽ ആഖിറ. ഹാക്കിം ഉദ്ധരിച്ച സഹീഹ് ഹദീസാണ്. ഈ ദുനിയാവിൽ നന്മ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർ പരലോകത്ത് നന്മയിലാണ് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുക. അവർക്ക് അവിടെ വലിയ വിഭവങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിയുന്നത്ര ബിർറുകൾ വർദ്ധിപ്പിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാണ് എന്താണ്, നമ്മൾ മറക്കാൻ പാടുള്ളത്, അള്ളാഹുവിനോട് താണുകേണ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന വലിയ ആയുധമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. വൈൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ, നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസമാണ്. എന്താണ്, വൈൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, നിനക്ക് എന്തൊരു ബുദ്ധിമുട്ടുകൾ വന്നു ഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെ നീക്കിത്തരാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലാഹ്ക്കല്ലാതെ. വൈൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അത് നിങ്ങൾക്ക് മാറ്റിത്തരാൻ ആരുമില്ല. വൈൻ യംസസ്ക ബിഖൈറിൻ, നിങ്ങൾക്ക് അള്ളാഹു നന്മ വരണമെന്ന് ഉദ്ദേശിച്ചാൽ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവനാണിത് തരാൻ കഴിയുക. വേറെ ആർക്കും നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ അവർ വിചാരിച്ചാൽ പോലും സാധ്യമല്ല. അള്ളാഹ് വിചാരിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ആ അള്ളാഹുവിൽ സർവസ്വവും അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കൈകൾ ഉയർത്തി, അതുപോലെ തന്നെ തഹജ്ജുദിന് ശേഷവും അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലുമൊക്കെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുമൊക്കെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു വലിയ നമ്മുടെ സമുദായത്തിൻ്റെ തന്നെ വലിയ ഒരു അവലംബം അവിടെയാണ് നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ കാണാൻ തുടങ്ങി. എണ്ണയ്ക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഹോട്ടലുകളിലൊന്നും പാചകം ചെയ്യാൻ ഗ്യാസില്ല. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് അപകടങ്ങൾ വന്നുകൂടായികയില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള അവധാനതയോടെ നേരിടുകയും പടച്ചവനോട് കൂടുതൽ പരീക്ഷണങ്ങളിൽ നമ്മളെ പരീക്ഷിക്കാതെ സമാധാനം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് മുസ്ലിം സമുദായത്തെ ബാധിച്ച ഈ പരീക്ഷണം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരുമാറാകട്ടെ. അവർക്ക് കൂടുതൽ ക്ഷേമവും കൂടുതൽ സമാധാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا آتنا
في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين اللهم صل وسلم وبارك على عبدك ورسولك محمد